ചിലർ പറയുന്നുണ്ട്, സാറേ എനിക്ക് എത്ര മുന്നോട്ട് പോയാലും എന്നും പ്രശ്നങ്ങളാണ്, ജീവിതത്തിൽ തകർച്ചകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ കഴിഞ്ഞ 10 വർഷമായി ഒരേ വീട്ടിൽ തന്നെ താമസിക്കുകയാണ്, ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ മാറിയിട്ടില്ല, ഈ വീട്ടിൽ നിങ്ങൾ കയറിയ കാലം മുതൽ തന്നെ നിങ്ങൾക്ക് നഷ്ടങ്ങളും തകർച്ചകളുമാണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഒരു കാരണം ഇതായിരിക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളെല്ലാവരും വീട് വയ്ക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് വീട് വയ്ക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. അതായത് ഞാനൊരു വീട് കൺസൾട്ട് ചെയ്യാനായിട്ട് വരുന്നു. ഇപ്പോൾ ഒരു വീടിൻ്റെ ഒരു പ്ലാൻ ഞാൻ വരയ്ക്കാം. ഇത് വീടിൻ്റെ സൗത്താണ്, ഇത് നോർത്താണ്, ഇത് വെസ്റ്റാണ്, ഇത് ഈസ്റ്റാണ്. ഇത് സൗത്ത് ഈസ്റ്റ് കോർണർ, ഇത് സൗത്ത് വെസ്റ്റ് കോർണർ, ഇത് നോർത്ത് വെസ്റ്റ് കോർണർ, ഇത് നോർത്ത് ഈസ്റ്റ് കോർണർ. ഒരു സ്ക്വയർ ആക്കി ഞാൻ എടുത്തു. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം ഞാനിത് ചെയ്യുന്നൊരു പ്ലാനാണ്. അപ്പോൾ നമ്മളൊരു വീടിൻ്റെ പ്ലാനിലേക്ക് പോവുകയാണെങ്കിൽ, ഇതാ വീടിൻ്റെ സൗത്ത് വെസ്റ്റിലൊരു മാസ്റ്റർ ബെഡ്റൂം, ഇതിൻ്റെ സൗത്ത് ഈസ്റ്റിൽ നമുക്ക് സിറ്റ് ഔട്ട്, ഇത് നമ്മുടെ ലിവിങ് റൂമാണ്. ഇതിൻ്റെ ഈ ഭാഗത്ത് നമുക്ക് നമ്മുടെ മെയിൻ ഡോർ വന്നിരിക്കുകയാണ്. മെയിൻ ഡോറ് ഈ ദിക്കിൽ വന്നിരിക്കുകയാണ്. അടുത്തത് ഈ റൂമുകൾ യഥാവിധി മറ്റ് റൂമുകൾ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഈ രീതിയിൽ ഈ വീടിൻ്റെ പ്ലാൻ നമ്മൾ എടുത്തപ്പോൾ ഈ വീടിനെ നമ്മൾ കറക്റ്റ് 9 തിരിക്കുന്നു. ഈ വീട് നമ്മൾ കറക്റ്റ് 9 തിരിക്കുമ്പോഴത്തേക്ക് 8 ദിക്കുകളും ഒരു ബ്രഹ്മസ്ഥാനവും നമുക്ക് കിട്ടും.